വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈദ് ആഘോഷിക്കുന്ന എല്ലാവർക്കും ഈദ് മുബാറക്. അതുപോലെ നാളെ ഈദ് ആഘോഷിക്കാൻ പോകുന്നവർക്ക് അഡ്വാൻസ്ഡ് ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഈദിന് തൊട്ട് മുമ്പുള്ള ഒരു പ്രിപ്പറേഷൻ വ്ളോഗും കൊണ്ടാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. ചില റിലേഷൻസ് നമുക്ക് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു റിലേഷൻ, അതായത് ഞാനിതുവരെ കാണാത്തൊരു വ്യക്തി എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണിത്. ഇത്തവണത്തെ ഈദിൻ്റെ ഫസ്റ്റത്തെ ഗിഫ്റ്റാണിത്. മാംഗോസാണ് ഇത് അയച്ചു തന്നിട്ടുള്ളത്. ഹാബിറ്റാറ്റ് സ്കൂൾസിൽ നിന്നാണ്. പക്ഷേ ഹാബിറ്റാറ്റ് സ്കൂൾസിൻ്റെ ഷംസുക്കയുടെ വൈഫ് ജസീലത്ത എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു സ്നേഹ സമ്മാനമാണ്. അവർ പറഞ്ഞിട്ട് അയച്ചതാണ്. ഒരുപാട് താങ്ക്സ് അറിയിക്കുക കേട്ടോ. വല്ലാത്തൊരു സന്തോഷം തോന്നി അത് കിട്ടിയപ്പോൾ. അപ്പോൾ ഇനി നമുക്ക് മന്തി റെസിപ്പിയിലോട്ട് പോകട്ടെ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അരമണിക്കൂറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മന്തി റെസിപ്പിയാണ്. കൂടാണ്ട് ചിക്കൻ സ്റ്റോക്ക് ഇതിൽ ചേർക്കുന്നില്ല. അതുപോലെ വളരെ സിമ്പിളായിട്ട് സവോളൊന്നും ചേർക്കാത്ത ഒരു മന്തി റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് സെല്ല ബസ്മതി റൈസ് ആണ് വേണ്ടത്. മന്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എടുക്കേണ്ടത് സെല്ല ബസ്മതി റൈസാണ്. ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രീൻ ഫാമിൻ്റെ സെല്ല ബസ്മതി റൈസാണ്. അത് 5 കപ്പ് നന്നായിട്ട് കഴുകിയെടുത്ത് 5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കറിവേപ്പിലേൻ്റെ ആ ഒരു തൈ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടതാ ഞാൻ ഇടയ്ക്ക് അതിൽ നിന്ന് താഴെ നിന്ന് എടുക്കുന്നുണ്ട്. നന്നായിട്ട് വളരുന്നുണ്ട്. ഞാനും മോരിൻ്റെ വെള്ളം ഉണ്ടല്ലോ, മോര് കുറച്ച് നല്ല ലൈറ്റാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്. നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കലും ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം സ്കൂൾ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം റോസുമാണ് ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കുക. ഇപ്പോഴത്തെ കുട്ടികൾ ഫുൾ ടൈം ഒന്നെങ്കിൽ ടി വി അല്ലെങ്കിൽ മൊബൈൽ ഞാൻ അധികം കൊടുക്കൂല. അപ്പോൾ ടി വി അതല്ലാണ്ട് ഇവിടെ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ചെറിയ കുട്ടിയായതുകൊണ്ട്, മീൻസ് ഏറ്റവും ചെറിയതായതുകൊണ്ട് റൂവിനെ വല്ലാണ്ട് അങ്ങോട്ട് വഴക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ഭയങ്കര ബഹളവും കരച്ചിലൊക്കെ ആവും. അപ്പോൾ അതാ ഫുൾ ടൈം ടി വി തന്നെയാണ്. പിന്നെ അവളുടെ കണ്ണിൽ ആ കുരുണ്ടല്ലോ, അത് പോകുന്നില്ല. അത് റൂവിൻ്റെ ബർത്ത്ഡേ അന്ന് തുടങ്ങിയതാണ്. പിന്നെ ഇടയ്ക്കൊന്ന് പോവും, പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും വരുന്നു. എന്താ കാരണം എന്ന് മനസ്സിലാവുന്നില്ല. ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു, മരുന്നൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും അതിനെപ്പറ്റി അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, അങ്ങനെ കുട്ടികൾക്ക് വരാറുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ ചോറ് വേവിക്കാനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് തിളയ്ക്കുന്നുണ്ടായിരുന്നു. അതിലോട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 5 കപ്പ് അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഓയിലൊന്നും ചേർത്തിട്ടില്ല. സാധാരണ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ഓയിൽ ചേർക്കാൻ. അതൊന്നും ആവശ്യമില്ല, ചില സമയത്തൊന്നും ആവശ്യമില്ല. ഓക്കെ, ചില അരിക്ക് ആവശ്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിലിപ്പം വേണ്ട ആവശ്യമില്ല. അരി അവിടെ തിളപ്പിക്കാൻ വെച്ച ശേഷം ഞാൻ റോസുവിൻ്റെ തലയിലൊന്ന് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. ഇത് സാധാ വെന്ത വെളിച്ചെണ്ണ, അതായത് വിർജിൻ കോക്കനട്ട് ഓയിലാണ് റോസിന് തേച്ച് കൊടുക്കുന്നത് മുടിയിൽ. അതുപോലെ മുഖത്ത് തേക്കുന്നത് മഞ്ഞളെണ്ണ. ഞാൻ മുമ്പ് അതിൻ്റെ റെസിപ്പിയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മഞ്ഞൾ ഇട്ടിട്ട് ഉണ്ടാക്കിയ എണ്ണയാണ്. അതും ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ലതാണ് കുട്ടികൾക്ക് മുഖത്ത് തേച്ച് കൊടുക്കുന്ന. മുഖത്ത് രോമങ്ങളൊക്കെ പോകാനൊക്കെ നല്ലതാണ്. അതായത് ചെറുതായിട്ട് ഫേഷ്യൽ ഹെയർസൊക്കെ ഉണ്ടെങ്കിൽ പോവും. അപ്പോൾ സെല്ല ബസ്മതി റൈസ് സാധാ ബസ്മതി റൈസിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ വേവ് ഉണ്ടാവും. പക്ഷേ വെന്തുടയാൻ പാടില്ല, ഒരു പാക വേവായിരിക്കണം. നമ്മൾ കഴിച്ച് നോക്കുമ്പം വെന്തിട്ടുണ്ടാവണം. കാരണം നമ്മൾ ദമ്മിടുമ്പോൾ കൂടുതൽ വേവ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ വെന്തിട്ടുണ്ടായിരുന്നു, പാകത്തിന് വെന്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മുമ്പ് പല തവണ നമ്മുടെ വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, മന്തി റെസിപ്പി വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ചോറ് ഊറ്റി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗിഫ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണാം. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് റോസൂനും റൂഹിക്കുമുള്ള പെരുന്നാൾ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത് ഞാൻ പെരുന്നാളിൻ്റെ ദിവസത്തെ വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് കാണിക്കാം. ഇതിപ്പം ഈ ഒരു ദിവസമാണ് ഈ ഒരു ഗിഫ്റ്റൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് റൂഹിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. റൂഹിക്ക് ഒരു ഫ്രോക്ക് ടൈപ്പാണ്. പിന്നെ റോസുവിന് ഒരു അനാർക്കലി ടൈപ്പാണ്. റോസ് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ അനാർക്കലി ടൈപ്പൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇട്ടിട്ട് ഇതിൻ്റെ ഡേ ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ കാണുമ്പം കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇസ ഡിസൈൻസ് എനിക്ക് മുമ്പും ഇതുപോലെ റോസുവിനും റൂഹിക്കൊക്കെ ഡ്രസ്സ് അയച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ പിൻ്റെ കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. അവരുടെ കോൺടാക്റ്റ് ചെയ്യുന്ന വാട്സപ്പ് നമ്പറും അതുപോലെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടും നല്ല ഭംഗിയുണ്ട്, ഇട്ടിട്ടൊക്കെ നല്ല കറക്റ്റ് ഫിറ്റിംഗ് ഒക്കെയാണ്.
സത്യം പറഞ്ഞാൽ ഞാൻ ഇത്തവണ ഡ്രസ്സ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പെരുന്നാൾക്ക് ഡ്രസ്സ് വേണ്ടാന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി കുറേ ഡ്രസ്സ് ഉണ്ട്, കുട്ടികൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒക്കെ. അപ്പോഴാണ് ഇവരെ കോൺടാക്റ്റ് ചെയ്യുന്നത്, മക്കൾക്ക് ഡ്രസ്സ് അയക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇതാ അടുത്ത ഗിഫ്റ്റ് വന്നു. ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്ത ഗിഫ്റ്റ് വരുന്നത്. അത് എനിക്കും റീനുള്ള ഡ്രസ്സാട്ടോ. അപ്പോൾ ഇത് സ്ലേ സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ള ഡ്രസ്സാണ്. അതും ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല ഭംഗിയുള്ള മോഡസ്റ്റ് വെയർ ഡ്രസ്സുകളൊക്കെയുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജാണ്. അപ്പോൾ ഇത് റീൻ്റെ ഡ്രസ്സാട്ടോ. രണ്ടും നല്ല കിടിലൻ ഡ്രസ്സുകളാണ്. ഒക്കെ ഇട്ട് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കേട്ടോ. ഇത് കുറച്ച് ലെങ്ത്ത് കൂടുതലായിരുന്നു. എൻ്റെതും റീൻ്റെ ഒക്കെ ലെങ്ത്ത് കൂടുതലായിരുന്നു. കാരണം അത്രയും ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡസ്റ്റ് വെയർ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ എൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ ഹിജാബ് ഓൾറെഡി ഉണ്ട്, അത് അങ്ങനെ വരുന്നതാണ്. റീൻ്റെന് ഹിജാബ് ഇല്ല കേട്ടോ. ഹിജാബ് ഉള്ളതും ഇല്ലാത്തതൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ അടുത്ത് കളക്ഷൻസ്. അപ്പം അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കും അതുപോലെ വാട്സപ്പ് നമ്പറൊക്കെ അതും ഞാൻ താഴെ പിണ്ട് കമൻറ്റായിട്ട് കൊടുക്കാം കേട്ടോ. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈദ് വ്ളോഗിൽ ഷെയർ ചെയ്യാം കേട്ടോ, ഇട്ടിട്ടൊക്കെ ഉള്ളത്. അങ്ങനെ റോസുവിനെ കാണാണ്ടായിരുന്നില്ല. അപ്പം നോക്കിയപ്പോൾ ഇത് ആളവിടെ നിസ്കരിക്കുന്ന സമയത്ത് ശല്യപ്പെടുത്താൻ പാടില്ല. അപ്പോൾ മാഷാ അല്ലാ. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ സ്റ്റോക്കൊന്നും ചേർക്കാത്ത, സവോളൊന്നും ചേർക്കാത്ത അടിപൊളി മന്തി റെസിപ്പിയിലോട്ട് പോവാം. അതിനായിട്ട് ബ്ലെൻഡറിൻ്റെ ജാർ എടുത്തിട്ട് ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിനെ എടുക്കുക, അത് ഇട്ട് കൊടുക്കുക, വലിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് അറബിക് മസാല പൗഡറാണ്. അതങ്ങനെ ഇവിടെ UAE വാങ്ങിക്കാൻ കിട്ടും. അതൊരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മന്തി മസാല പൗഡർ അല്ലെങ്കിൽ കപ്സ മസാല പൗഡർ, അതൊക്കെ അറബിക് മസാല പൗഡറാണ്. ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും, പക്ഷേ അറബിക് മസാല പൗഡറാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട്, കാശ്മീരി ചില്ലി പൗഡറാണ്, ഒരു 1/4 ടീസ്പൂണും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് മന്തി തയ്യാറാക്കാൻ പോകുന്ന ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. ഒരു 1/2 കപ്പിൽ കുറച്ചുകൂടെ കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മസ്റ്റാട്ടോ ഓയിൽ. പിന്നെ ഇതിലോട്ട് 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാൻ സ്റ്റോർ ബോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമല്ലി ഒരു 1/4 ടീസ്പൂണ്, അതുപോലെ കുരുമുളക് പെപ്പർ കോൺസ് അത് ഒരു 1/4 ടീസ്പൂണ്, പിന്നെ പച്ചമുളക് ഒരു 4-5 എണ്ണം, പിന്നെ ക്യാപ്സിക്കം ഇതിലോട്ട് ചേർത്തിട്ടില്ല, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം അപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു തക്കാളി പേസ്റ്റ് ആക്കിയില്ല അത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഉണങ്ങിയ നാരങ്ങ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക, എന്നാൽ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇതിലേക്ക് വരുള്ളൂ. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമ്മൾ ഇതിലോട്ട് വേറെ ഒന്നും സംഭവങ്ങളൊന്നും ചേർക്കാനില്ല. ആവശ്യത്തിന് ഉപ്പും ചേർക്കാനുണ്ട് കേട്ടോ. ഉപ്പ് കുറച്ച് അധികം ചേർക്കേണ്ടി വരും, കാരണം നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ചേർക്കുമ്പം അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും അതിൽ. അപ്പോൾ അതിന് പകരമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇതിലോട്ട് ചേർക്കണം. കാരണം ചിക്കനിലോട്ടും പിടിക്കണം, അതുപോലെ നമ്മുടെ റൈസിലോട്ടും ഉപ്പ് പിടിക്കേണ്ടി വരും. അപ്പം ആ ഒരു പുളിക്ക് പാകമായിട്ട് കുറച്ചൊന്ന് മുന്തിച്ച് നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓവറാക്കണ്ട കേട്ടോ ഉപ്പ്. എന്നിട്ട് ഇത് നല്ലോണം കുക്കാക്കി എടുക്കണം, അത് മസ്റ്റാണ്. അപ്പോൾ നല്ലോണം കുക്കാക്കി എടുക്കണം. ആ ഒരു മസാല നന്നായിട്ട് കുക്കായ ശേഷമാണ് മുകളിൽ എണ്ണ തെളിഞ്ഞ പോലെ കാണാൻ നിങ്ങൾക്ക്. ഈ ഒരു സ്റ്റേജിൽ നമ്മളിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പം 1 കിലോൻ്റെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് മീഡിയം സൈസ്ഡ് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്, വല്ലാണ്ട് വലിയ പീസും ആക്കിയിട്ടില്ല. പിന്നെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. തൊലിയുള്ള ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. തൊലിയുള്ളതാണ് മാക്സിമം വേണ്ടത്. തൊലിയില്ലാത്ത എടുത്താൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. തൊലി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു നെയ്യും ആ ഒരു ഫ്ലേവറൊക്കെ നല്ലോണം മന്തിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് വെള്ളം കഴുകി വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇതുപോലെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. കൂടുതൽ വെള്ളമായാലും നമ്മുടെ ഗ്രേവി ഒരുപാട് വെള്ളമാവും. എന്നിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റെങ്കിലും ഹൈ ഫ്ലെയിമിൽ, ചെറിയ ഫ്ലെയിമിലല്ല ഹൈ ഫ്ലെയിമിൽ. മന്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ചെയ്യുക. അപ്പോൾ കണ്ടോ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞത് കണ്ടോ. നമ്മൾ 1/2 കപ്പോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഓയിലെടുത്ത് മാറ്റാം. ഞാനിപ്പോൾ 10 മിനിറ്റോളം ഈ ചിക്കൻ വേവിച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഏകദേശം ഒരു 3/4 വേവൊക്കെ ആയിട്ടുണ്ടാവും. ഇനി ബാക്കി ഒരു 1/4 വേവ് നമ്മൾ അരി ചോറിട്ടിട്ട് ദമ്മിടുന്ന സമയത്താട്ടോ. അപ്പോൾ അതാ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു നമുക്ക് അരിൻ്റെ മുകളിൽ ലെയർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിലും കുറച്ച് ഗ്രേവിയും നമ്മൾ മാറ്റി വയ്ക്കുന്നത് കേട്ടോ. ഒരുപാട് ഗ്രേവി എടുക്കണ്ട, ഓയിലാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പം ഓയിൽ കുറച്ചൊന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ താഴെ ഇത്രയും ഉണ്ട് കേട്ടോ.
വല്ലാണ്ട് എടുത്ത് മാറ്റിയിട്ടില്ല, കാരണം താഴെയാണ് നമുക്ക് കൂടുതലും വേണ്ടത്. പിന്നെ ഇതിലോട്ട് കളർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, റെഡ് ഫുഡ് കളർ. അപ്പം ആ ചിക്കൻക്ക് നല്ല ഭംഗിയുള്ള കളർ കിട്ടും. പക്ഷേ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല, ഞാൻ റൈസിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. റൈസിൽ തന്നെ ചേർക്കാൻ കാരണം ഇനി ആ മന്തിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടിയാലേ നിങ്ങൾക്ക് സമാധാനമാവുള്ളൂ, മന്തിയാണെന്ന് തോന്നുള്ളൂ, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ റൈസ് നമ്മൾ ചോറ് വേവിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ലെയർ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് ആ ഓയിലും ആ ഒരു ഗ്രേവിയും കൂടി ഒഴിച്ചു കൊടുത്തു. രണ്ടാമത്തെ ലെയർ ചോറ് ഇട്ട് കൊടുത്തു. അതിന് മുകളിൽ ഞാൻ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കളറിൻ്റെ ഒരു പൊടി ഉണ്ടല്ലോ, നമ്മൾ ചിക്കൻ 65 ഒക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന പൊടി, അതാണ് കേട്ടോ, അല്ലാണ്ട് നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഇടുന്ന കളറല്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്, ബാക്കിയുള്ള എക്സസ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഫ്ലെയിം ചെറുതായിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യുക, എന്നിട്ട് അടച്ച് വയ്ക്കുക. ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ വയ്ക്കുക, കൂടുതൽ വെക്കേണ്ട, കാരണം നമ്മൾ ഓൾറെഡി കുക്കാക്കിയതാണ് ചിക്കനൊക്കെ. 15 മിനിറ്റ് വളരെ കുഞ്ഞ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം അതാ തുറക്കുവാണ്. അപ്പോൾ ഇതാ നമ്മുടെ മന്തി റെഡിയായി. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്, അധിക പണികളൊന്നുമില്ല, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി മന്തിയാണ്. അപ്പോൾ ഇതാ ഈ ഒരു റെഡ് കളർ കാണുമ്പോഴേ നമുക്കൊരു മന്തിയാണെന്ന് തോന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പുകച്ചെടുക്കാം കേട്ടോ, ചാർക്കോൾ വെച്ചിട്ട്. പിന്നെ ചാർക്കോളിൻ്റെത് അത്ര നല്ലതല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനതൊന്നും യൂസ് ചെയ്യാത്തത്. എൻ്റെ അടുത്ത് ഇവിടെ ചാർക്കോളൊക്കെ ഉണ്ട്, പലരും ചോദിക്കാറുണ്ട് മന്തിക്ക് ചാർക്കോൾ വേണം അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം, ഞാൻ പേഴ്സണലി എനിക്ക് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ അതാ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ ചെറുതായിട്ട് ഒരു 1-2 ചിക്കൻ പീസിൽ ഇങ്ങനെ ഒന്ന് അടിയിൽ ഇങ്ങനെ ഡാർക്കായിട്ടുണ്ട്, അതുകൊണ്ട് ടേസ്റ്റിലൊരു വ്യത്യാസവും ഇല്ല. അത് ഞാൻ കുറച്ചധികം എന്താ പറയുക ദമ്മിൽ അവിടെ കിടത്തിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് റൈസ് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് മാറ്റി വയ്ക്കാം. ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ സ്റ്റോക്ക് ചേർത്തിട്ടുള്ള മന്തി റെസിപ്പിയാണ് ഞാൻ ആദ്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക്സ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, ചിക്കൻ സ്റ്റോക്കൊന്നും ചേർക്കാണ്ട് ഇത്രയും ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും ഇനി ചിക്കൻ സ്റ്റോക്ക് ചേർത്തിട്ടുള്ള മന്തി ഉണ്ടാക്കില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം, കിട്ടില്ല ടേസ്റ്റ് ആട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മന്തി റെസിപ്പിയും കൂടിയാണ്. പിന്നെ ഇതാ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടോ, നമ്മുടെ നെല്ലിക്ക കാന്താരി ഡ്രിങ്കാണ്, തമർ ബ്രാൻഡിൻ്റെയാണ്, ഇവിടെ UAE കിട്ടുന്നതാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുടിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും കുടിച്ചോ, കൂട്ടാക്കിയിട്ടില്ലാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിലോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു കേട്ടോ അത്, ആ ഒരു ഡ്രിങ്ക്. പിന്നെ ഇത് തമർ ബ്രാൻഡിൻ്റെ നമ്മുടെ ഉന്നക്കായാണ്. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്യുന്നവരെ എനിക്ക് അത്ര പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. ഇത് ഫ്രോസൺ ഉന്നക്കായാണ്, ഫ്രഷായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഉന്നക്കായനേക്കാളും ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കും ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത് മനസ്സിലായി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്ന് ഉന്നക്കായ കഴിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇതൊന്ന് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചോളൂ. ഉന്നക്കായ ഫാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തമർ ബ്രാൻഡിൻ്റെ ഉന്നക്കായ, ഫ്രോസൺ ഉന്നക്കായ വാങ്ങിക്കാം. അത് ഒന്ന് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരു നെഗറ്റീവും പറയാനില്ല, ഫ്രോസൺ നമുക്ക് തോന്നിയില്ല. ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്കിത് വാങ്ങിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഫ്രോസൺ ഉന്നക്കായ ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇവിടെ UAE ഡെലിവറി ഉണ്ട്. അപ്പം ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കുറേ ദിവസമായി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്, പക്ഷേ ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും നോമ്പ് ഉണ്ടായിരുന്നല്ലോ, അറഫ ദിവസത്തെ നോമ്പുണ്ടല്ലോ. അപ്പം നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഇനിയിപ്പം വേറെ ഒന്നും ഉണ്ടാക്കാനുള്ള നേരം കിട്ടിയില്ല. അപ്പോൾ പിന്നെ മന്തി ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉന്നക്കായ ഫ്രൈ ആക്കി, പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാ പെരുന്നാളിൻ്റെ തലേന്നും വിചാരിക്കുന്നതാണ് ഇപ്രാവശ്യമെങ്കിലും തലേ ദിവസം ഇങ്ങനെ പർച്ചേസിങ്ങിന് പോകരുത്, എല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണം, മക്കൾക്ക് മൈലാഞ്ചിട്ട് കൊടുക്കണം. റോസിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മൈലാഞ്ചിട്ട് എല്ലാം റെഡിയാക്കി എല്ലാ ഇതും ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത്തവണയും പതിവ് പോലെ തന്നെ ഭയങ്കര ബിസിയായിരുന്നു. രാവിലെ തൊട്ട് എൻ്റെ പുറകെ നടക്കുന്നുണ്ട്, മൈലാഞ്ചി ഇട്ട് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു എന്താ പറയുക, ഇട്ടുതരാന്ന് പറഞ്ഞിട്ട് രാത്രി വരെ ആക്കി. നോമ്പ് തുറന്നപ്പോൾ പിന്നെ ആകെ ക്ഷീണം, പിന്നെ പുറത്ത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. തലേന്നാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കലും അതിൻ്റെ കാര്യങ്ങളും എല്ലാം കൂടിയായിട്ട് ഫുൾ ബിസിയാണ്. നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണോ? ഇതിനൊക്കെയുള്ള സമയം കിട്ടാറുണ്ടോ? റോസ് പറയും ഇങ്ങനെ ബാക്കിയുള്ളവർക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, എനിക്ക് മാത്രം ഇട്ട് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര കംപ്ലൈൻറ്റാണ്. അപ്പോൾ എനിക്കെന്തോ ഒന്നിനും സമയം കിട്ടാറില്ല.
അപ്പോൾ നോമ്പ് തുറന്നിട്ട് വേണം ഇനി പെരുന്നാൾക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ. അതായത് പെരുന്നാൾക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതൊക്കെ വാങ്ങിക്കാൻ പോകാനുണ്ട്. പിന്നെ മക്കൾക്ക് 1-2 സാധനങ്ങൾ വേറെയും വാങ്ങിക്കാനുണ്ട്. ഓൾട്ടർ ചെയ്യാനുണ്ട്, ഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കിടക്കുന്നത്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയമായി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഉന്നക്കായ ഞാൻ ഇത്രയും ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, വേറെ ടേസ്റ്റ് വരുമോ അങ്ങനെയൊന്നും തോന്നിയില്ല. ഫ്രഷായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് മന്തിയൊക്കെ കഴിച്ചിട്ടോ. മന്തിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര ബിസിയായിരുന്നു. പിന്നെ അങ്ങോട്ട് അങ്ങനെ ഫസ്റ്റ് പോയത് റീൻ്റെ ഡ്രസ്സൊന്ന് ഓൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു. കുറച്ചൊന്ന് ലെങ്ത്ത് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്യാൻ അപ്പം തന്നെ കൊടുത്തിട്ട് അപ്പം തന്നെ ചെയ്യിപ്പിച്ചു. റെയിൻ്റെ ഡ്രസ്സ് അവൾക്ക് നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആണ്, പക്ഷേ ഇറക്കം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ശരിക്കും ഈ ഡ്രസ്സ് നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നല്ല മോഡസ്റ്റ് വേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഹൈറ്റ് ഉള്ളവരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ഡ്രസ്സാണ്. അതൊക്കെ ഞാൻ ഇടുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ വ്ളോഗിൽ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. അങ്ങനെ പിന്നെ ഡ്രസ്സ് ഓൾട്ടർ ചെയ്ത് അവിടുന്ന് വാങ്ങിച്ചു. പിന്നെ എനിക്ക് 1-2 ക്രീംസ് വാങ്ങിക്കാണ്ടായിരുന്നു. കുറേ നാളായി വിചാരിക്കുന്ന ഈ ക്രീമുകളൊക്കെ വാങ്ങിക്കാൻ. അപ്പോൾ അത് വാങ്ങിക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ മേക്കപ്പ് കാര്യങ്ങൾ അങ്ങനെ എങ്ങനെയൊന്നും പറയാൻ നിൽക്കേണ്ട, വേറെ ചില ക്രീംസാണ് വാങ്ങിക്കാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഞാനതൊക്കെ നോക്കിയെന്നേ ഉള്ളൂ. അപ്പം അവിടുന്ന് ക്രീമൊക്കെ വാങ്ങിച്ച് പിന്നെ റോസുവിന് പറഞ്ഞല്ലോ, റോസുവിന് പെരുന്നാൾക്ക് അവൾക്ക് പുതിയ ചെരുപ്പ് വേണം. അതിനിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, അവൾക്ക് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, പെരുന്നാൾക്ക് പുതിയത് വേണമെന്ന് പറയും. അപ്പോൾ പുതിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ അടുത്തുള്ള മോഡലിൻ്റെ കളർ ചേഞ്ച് ആക്കി ഇട്ടിട്ടുള്ളത്. അപ്പം ഹീൽസും വേണേനും എന്നാൽ മോഡൽ വേണേനും അങ്ങനെയൊക്കെ പെട്ടെന്ന് ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്കുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ അതും നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പാണ്. അപ്പം അതും അവിടുന്ന് വാങ്ങിച്ചു. ഒപ്പിച്ചതാട്ടോ, കാരണം അവൾക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ചെരുപ്പും ഡ്രസ്സൊന്നും പറ്റില്ല. അപ്പം എന്തായാലും ഒരു സ്ലിപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നമ്മൾ ഇനി ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്, അവിടേക്ക് പോവുകയാണ്. പെരുന്നാളിൻ്റെ മെയിൻ പർച്ചേസിങ് നടത്തിയിട്ടില്ല കേട്ടോ, അതിങ്ങനെ പെൻഡിങ് കിടപ്പുണ്ട്. അപ്പം കുറേ ദിവസമായി അതിന് പുറകെ നടക്കുന്നു. അപ്പോൾ ഇക്ക പറയും നാളെ എന്നായിട്ട് ലാസ്റ്റ് ഇതാ അപ്പോൾ പെരുന്നാളിന് തലേന്ന് വരെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന ചില ബ്രാൻഡ് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. അതായത് ഞാൻ അരിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. പലരും ചോദിക്കാറുണ്ടല്ലോ, അപ്പം മന്തി ഉണ്ടാക്കുന്ന അരി ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഞാനിതാ ഈ ഒരു ബ്രാൻഡ് വാങ്ങിക്കാം, ഗ്രീൻ ഫാം സെല്ല ബസ്മതി റൈസ്. പിന്നെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് ഈ ജീരകശാല റൈസാണ്. അതും ഗ്രീൻ ഫാമിൻ്റെ തന്നെയാണ്. വേറെ ബ്രാൻഡ് യൂസ് ചെയ്യാറുണ്ട്, ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് ഇതാണ്. പിന്നെ ചക്കി ഫ്രഷ് ആട്ട, അത് അൽബേക്കറിൻ്റെ ചക്കി ഫ്രഷ് ആട്ടയാണ് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് പല വീഡിയോസിലും പലരും ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഡബിൾ ഹൗസ് വടിമട്ട, നമ്മുടെ ചോറ് ഉണ്ടാക്കാനുള്ള അരി, അതും വേറെ ബ്രാൻഡ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട്, ഇതും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.